രാജ്യത്തിന്റെ US അതിർത്തിയിൽ ശക്തമായ നിരീക്ഷണവും സുരക്ഷാ നടപടികളും നടപ്പിലാക്കാൻ കാനഡ ഒരുങ്ങുന്നു. രാജ്യാന്തര സംഘടിത കുറ്റകൃത്യങ്ങൾ ലക്ഷ്യമിട്ടുള്ള സംയുക്ത സ്ട്രൈക്ക് ഫോഴ്സ് ഉൾപ്പെടെയുള്ള സുരക്ഷാ നടപടികൾ നടപ്പിലാക്കാനാണ് കാനഡ ഒരുങ്ങുന്നത്. കാനഡയിൽ നിന്ന് അമേരിക്കയിലേക്കുള്ള കുടിയേറ്റം തടഞ്ഞില്ലെങ്കിൽ കനത്ത നടപടികൾ രാജ്യം നേരിടേണ്ടി വരുമെന്നാണ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. നിർമ്മാണ ജോലികൾ യുഎസിലേക്ക് തിരികെ കൊണ്ടുവരിക, യുഎസിലേക്കുള്ള മയക്കുമരുന്ന് കടത്ത്, നിയമവിരുദ്ധ കുടിയേറ്റം തുടങ്ങിയവ ചൂണ്ടിക്കാട്ടിയായിരുന്നു ട്രംപിന്റെ താരിഫ് പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം നടത്തിയത്. ഇതിന് പിന്നാലെയാണ് കാനഡ ഇപ്പോൾ പുതിയ അതിർത്തി നിയമങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഫെന്റനൈൽ വ്യാപനം തടസ്സപ്പെടുത്തൽ, നിയമപാലനത്തിനുള്ള പുതിയ ഉപകരണങ്ങൾ, അമേരിക്കൻ നിയമപാലകരുമായുള്ള മെച്ചപ്പെടുത്തിയ ഏകോപനം, വിവരങ്ങൾ പങ്കിടൽ വർദ്ധിപ്പിക്കുക, അതിർത്തിയിലെ ഗതാഗതം പരിമിതപ്പെടുത്തൽ, പ്രവേശന തുറമുഖങ്ങൾക്കിടയിലുള്ള ഹെലികോപ്റ്ററുകൾ, ഡ്രോണുകൾ, മൊബൈൽ നിരീക്ഷണ ടവറുകൾ എന്നിവയെല്ലാം പദ്ധതിയിൽ ഉൾപ്പെടുന്നുണ്ട്. ഈ നടപടികൾ നിയമവിരുദ്ധമായ മയക്കുമരുന്നുകളുടെ ഒഴുക്കിനെയും ക്രമരഹിതമായ കുടിയേറ്റത്തിനെതിരെയും നമ്മുടെ അതിർത്തി സുരക്ഷിതമാക്കുമെന്നും വടക്കേ അമേരിക്കയിലെ ചരക്കുകളുടെയും സ്വതന്ത്രമായ ഒഴുക്ക് ഉറപ്പാക്കുകയും ചെയ്യുമെന്ന് മന്ത്രി ഡൊമിനിക് ലെബ്ലാങ്ക് പറയുന്നു. ട്രംപിന്റെ ഇൻകമിംഗ് ടീമുമായി പ്രോത്സാഹനജനകമായ സംഭാഷണങ്ങൾ നടത്തിയതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മെക്സിക്കോ, ചൈന, കാനഡ എന്നീ രാജ്യങ്ങളുമായുള്ള വ്യാപാര ബന്ധത്തിൽ രണ്ടാം ട്രംപ് ഭരണകൂടത്തിന് കീഴിൽ നയമാറ്റങ്ങൾ ഉണ്ടാവുമെന്നാണ് കരുതുന്നത്. ഇത്തരം താരിഫുകൾ കാനഡയുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് തിരിച്ചടിയാകുമെന്ന് സാമ്പത്തിക വിദഗ്ധർ പറയുന്നു. പുതിയ പദ്ധതിക്കായി $1.3 ബില്യൺ നീക്കിവെക്കുമെന്ന് കാനഡയുടെ ധനകാര്യ വകുപ്പിന്റെ ഇന്റർ ഗവൺമെന്റൽ കാര്യമന്ത്രി അറിയിച്ചിരിക്കുന്നത്. ഈ നടപടികൾ നിയമവിരുദ്ധമായ മയക്കുമരുന്നുകളുടെ ഒഴുക്കിനെതിരെയും ക്രമരഹിതമായ കുടിയേറ്റത്തിനെതിരെയും അതിർത്തി സുരക്ഷിതമാക്കും. അതേസമയം വടക്കേ അമേരിക്കയിലേക്ക് ചരക്കുകളുടെയും സ്വതന്ത്രമായ ഒഴുക്ക് ഉറപ്പാക്കുമെന്നും മന്ത്രി ഡൊമിനിക് ലെബ്ലാങ്ക് മാധ്യമങ്ങളോട് പറഞ്ഞു. ഫെന്റനൈൽ വ്യാപാരം തടസ്സപ്പെടുത്തൽ, നിയമപാലനത്തിനുള്ള പുതിയ ഉപകരണങ്ങൾ, US നിയമപാലകരുമായുള്ള മെച്ചപ്പെടുത്തിയ ഏകോപനം, വിവരങ്ങൾ പങ്കിടൽ, അതിർത്തിയിലെ ഗതാഗതം പരിമിതപ്പെടുത്തൽ എന്നിവ പദ്ധതിയിൽ ഉൾപ്പെടുന്നുണ്ട്. പ്രവേശന തുറമുഖങ്ങൾക്കിടയിലുള്ള ഹെലികോപ്റ്ററുകൾ, ഡ്രോണുകൾ, മൊബൈൽ നിരീക്ഷണ ടവറുകൾ എന്നിവയുൾപ്പെടെയുള്ള ഒരു നിർദ്ദിഷ്ട ഏരിയൽ നിരീക്ഷണ ടാസ്ക് ഫോഴ്സും ഇവയിൽ ഉൾപ്പെടുന്നുണ്ട്. നിയമവിരുദ്ധമായ മയക്കുമരുന്ന് കണ്ടെത്തുന്നതിന് നായ ഉൾപ്പെടുന്ന ടീമുകളെ പരിശീലിപ്പിക്കുകയും ഉയർന്ന അപകട സാധ്യതയുള്ള പ്രവേശന തുറമുഖങ്ങൾക്കായുള്ള പുതിയ കണ്ടെത്തൽ ഉപകരണങ്ങൾക്കും സർക്കാർ കാനഡ ബോർഡർ സർവീസ് ഏജൻസി ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട്. അതേസമയം നിയന്ത്രണം ശക്തമാക്കുന്നതിനിടയിൽ മെക്സിക്കോ, കാനഡ എന്നിവിടങ്ങളിൽ നിന്ന് അനധികൃതമായി US അതിർത്തി കടക്കുന്നവരുടെ എണ്ണത്തിൽ കുറവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. നവംബർ മാസത്തിലെ കണക്കാണ് പുറത്തു വന്നിരിക്കുന്നത്. US മെക്സിക്കോ അതിർത്തിയിൽ അനധികൃതമായി കടന്നു കയറിയ ഏകദേശം 47,000 കുടിയേറ്റക്കാരെ നവംബറിൽ US ബോർഡർ പെട്രോൾ അറസ്റ്റ് ചെയ്തതായാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഒക്ടോബറിൽ 57,000-ലധികം ആളുകളെയാണ് അധികൃതർ അറസ്റ്റ് ചെയ്തത്. നിയമവിരുദ്ധമായ കുടിയേറ്റം നിയന്ത്രണാതീതമാണെന്ന നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദത്തെ തള്ളുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കഴിഞ്ഞ മാസം ട്രംപ് അനധികൃത കുടിയേറ്റം തടയുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ബൈഡന്റെ ഭരണകാലത്ത് അനധികൃതമായി റെക്കോർഡ് ആളുകളാണ് അമേരിക്കയിലേക്ക് കുടിയേറിയതെന്ന് ചൂണ്ടിക്കാട്ടി രൂക്ഷ ഭാഷയിൽ ട്രംപ് വിമർശനം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. 2025 ജനുവരി 20-ന് ട്രംപ് പ്രസിഡന്റായി സ്ഥാനമേൽക്കുന്നതിന് ശേഷമുള്ള 4 വർഷങ്ങൾ ലോകത്തെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ്.